ഷാദി മസ്തിയുടെ സക്സസ് സെലിബ്രേഷന് ഇതാ നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതോടകം തന്നെ 4 മില്യൺ വ്യൂസ് ആണ് നമ്മുടെ സോങ്ങിന് ലഭിച്ചിരിക്കുന്നത്. ഈ സന്തോഷത്തിന്റെ ഭാഗമാവാൻ ഹനാൻ ഷാന്റെ ഫാമിലി, ഫ്രണ്ട്സ്, ടീം എല്ലാവരും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഹനാൻ ഷാ ആൻഡ് ഫാമിലി. വീഡിയോ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളൂ. വരാന്തകളിൽ പോകുമ്പോഴേ ഞാൻ ആ നിന്ന ആക്ഷൻ ഉണ്ടല്ലോ, അത് വന്ന് എൻ്റെ കുട്ടികളുടെ മുന്നിൽ വന്നിങ്ങനെ അഭിനയിക്കുകയാണ്. അപ്പോൾ അത് കാണും. അപ്പോഴാണ് ഞാൻ ഇത് ഏറ്റെടുത്തത്. പിന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചൊരു സംഗതി എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എനിക്കും അഫിക്കും കിട്ടിയ റോളാണ് കുറച്ച് ചലഞ്ചിങ് റോൾ ചെയ്യും. നമുക്ക് അങ്ങനെ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും ഓരുള്ളതുകൊണ്ട് അതെ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള റോളായിരുന്നു. പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തെടുത്തു. ആ ഷോട്ട് എടുക്കുമ്പോ ആദ്യം ഒരു ഷോട്ട് പോയി, രണ്ടാമത്തെ ഒരു ഷോട്ട് എടുക്കുമ്പോ ഉമ്മ ചോദിച്ചു എന്തിയാടാ ശരിയായില്ലേ, പറയില്ല അമ്മ ഒന്നുകൂടെ പോയി. ഈച്ചൊക്കെ നമുക്കൊക്കെ നന്നായിട്ട് ലൈൻ അടിക്കാൻ പറയാ. നമുക്കൊരു വർക്ക് ചെയ്യാനുള്ള ഫീലില്ല. എല്ലാവരും നമുക്കുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ ഇവരുടെ കൂടെ ഒരു രസമാണ്. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് നമുക്കുള്ള എല്ലാവരിലും ഉണ്ടായിരുന്നു. പിന്നെ ഇത് സക്സസ് ആക്കണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതേ പറഞ്ഞ പോലെ ഇത് ഇത്രയും ഇങ്ങനെ ആവുന്ന ഒട്ടും പ്രതീക്ഷയില്ല. വളരെ സന്തോഷമായി. അതുപോലെ നമ്മളെ പ്രൊഡ്യൂസർ ആഷിഖ് ബാവ, ഞങ്ങൾ ഒരു മധുരം ജീവാമൃതം എന്ന് പറഞ്ഞാൽ ബിഫോർ ലോക്ക്ഡൗൺ മുന്നേ ഒരു ആന്തോളജി ചെയ്തായിരുന്നു. അപ്പം അന്ന് മുതൽ നമ്മളെ പ്രോജക്റ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഫ്യൂച്ചറിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഇത്രയും ദിവസമായിട്ട് ഇതുവരെ ഒരു വട്ടം പോലും അങ്ങനെ ഒരു ദേഷ്യത്തിലോ അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ ഇറക്കണം അങ്ങനെ ഇതുവരെ അല്ല. ഇന്ന് വരെ ഇപ്പോൾ ഇതേ ആഷിഖ് കയറിൻ്റെ തൊട്ട് മുന്നേ എല്ലാം ഓക്കെ അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു ചെയ്തു കൊടുക്കാം. അതുപോലെ എൻ്റെ ഒരു സൈന താങ്ക്സ്. പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം പാട്ടിൻ്റെ ഒരു മൂഡ് മനസ്സിലായി. അതായത് ഞാൻ ഈ ഒരു സാധനം മനസ്സിൽ കണ്ടിരുന്നു. നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നമ്മളൊരു കല്യാണം സംഭവം അങ്ങനെ ഞാൻ ഇവരോട് ഡിസ്കസ് ചെയ്ത്, അപ്പം ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും ഉണ്ട്. ദിൽഷാന വളരെ സൂപ്പറായിട്ട് അഭിനയിച്ചു. ദിൽഷാനയും കുറേ നമുക്ക് പറഞ്ഞു, കാരണം ഓളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, സിനിമയിൽ അഭിനയിച്ച ഒരാളാണ്. സോ ആളുടെ എക്സ്പീരിയൻസും ഗുണമായി. ഞാൻ പേടിച്ചു നിന്നെങ്കിലും ആള് കട്ടക്ക് നിന്നുകൊണ്ട് ഓരോ ഷോട്ടും കറക്റ്റായിട്ട് പോയി. ചേട്ടൻ ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചു, അങ്ങനെ ഒരു ഓഫർ വന്ന സിനിമയിൽ നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്, അഴകിലും ഉറപ്പിലും കാലാതീതം. സൈന സൗത്ത് പ്ലസ് ആൻഡ് സൈന മ്യൂസിക് ഇന്ത്യ പ്രസന്റ് ഷാദി മസ്തി സക്സസ് സെലിബ്രേഷൻ പവർഡ് ബൈ പെട്ര സ്റ്റീൽ ഡോസ് ആൻഡ് പെർഫ്യൂമിക്സ് പെർഫ്യൂംസ്. ഷാദി മസ്തിയുടെ സക്സസിനെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് മ്യൂസിക് ഡയറക്ടർ ആൻഡ് DOP ആൻഡ് ഇതിലെ സിംഗറും ആക്ടറും കൂടി ആയിട്ടുള്ള ഹനാൻ ഷാ. 3 പേര് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ഈ ഒരു സക്സസ് നിങ്ങൾ 3 പേരും ഒരുപാട് ആഗ്രഹിച്ചാണ്. ഇനിയും ആളുകളുണ്ട്. നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരു പാട്ട്. ഇതിന്റെ സക്സസ് എങ്ങനെ കാണുന്നു? ആര് തുടങ്ങുന്നു? ഹനാൻ ഷാ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചില്ലേ ഈ ഒരു സക്സസ്? നിങ്ങളുടെ ടീമിൽ നിന്നൊരു പാട്ട് വരിക, അത് ഇത്രയും സക്സസ് ആവാ, 4 മില്യൺ വ്യൂസ് ആണ് ഇപ്പൊ കടന്നുകൊണ്ടിരിക്കണേ. ഇപ്പോഴത്തെ ഫീൽ എന്താ ശരിക്കും? ഒരുപാട് സന്തോഷം. ആൾക്കാർ ഇത് അത്രയും ഒരു ഹൃദയത്തോടെ അടുപ്പിച്ച് ഇത് ഏറ്റെടുത്തതിന് വളരെ ക്ലോസ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും ഇപ്പം അതിൽ റീൽസ്, ഡാൻസുകൾ ചോദിക്കുന്നുണ്ട്, പാട്ട് കവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ആക്ച്വലി എൻ്റെയും ശ്രീഹരിൻ്റെയും ഫസ്റ്റ് വർക്കാണ് ടുഗദർ. ഞാൻ ശ്രീഹരിൻ്റെ ഓരോ പാട്ടും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരിക്കലും ഞാൻ ശ്രീഹരിൻ്റെ ഒരു മ്യൂസിക് ഡയറക്ഷനിൽ എനിക്ക് എന്തെങ്കിലും ഇത്രയും പെട്ടെന്ന് പാടാൻ പറ്റുന്നുള്ള ഒരിക്കലും ഞാൻ ഡ്രീം ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ അറ്റ്മോസ് ലെവലിൽ എത്ര മാക്സിമം എഫേർട്ട് ഇട്ടിട്ടും ഈ പാട്ട് ഉഷാറാക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ
എല്ലാവർക്കും ആ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പിയാണ് ആൾക്കാരാണ്. ഇപ്പോൾ ശ്രീഹരി ആണെങ്കിലും ഞാനാണെങ്കിലും SBK ആണെങ്കിലും നമ്മളെ ക്രൂവിലുള്ള എല്ലാ മെമ്പേഴ്സും അത്യാവശ്യം അധ്വാനിക്കണവരാണ്. സോ എല്ലാവർക്കും ഇത് നല്ലൊരു ഔട്ട്പുട്ടായിട്ട് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് പാട്ടിന്റെ പാട്ട് ഇങ്ങനെ വിജയിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പോകണമെന്ന് തോന്നണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഒരുപാട് കല്യാണ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ ഒരു പാട്ട് വരുന്ന സമയത്ത് എന്തൊക്കെ പുതിയ പരീക്ഷണങ്ങൾ വരണം, അല്ലെങ്കിൽ പുതിയ ചേഞ്ചസ് വരണം, അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നോ? അങ്ങനെ ചിന്തിച്ചില്ല. ഒരു ഫ്ലോയിൽ സംഭവിച്ച ഒരു കല്യാണ പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കുറച്ച് കല്യാണ പാട്ട് കേട്ടു, അങ്ങനെ ചെയ്തു, അങ്ങനെ സംഭവിച്ച. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പാട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അഭിലാഷം എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സുഹാസ് സൈനായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞാനും ഷർഫുഖയും പിന്നെ ആഷിക, അമലേട്ടൻ, ഭദ്രയൊക്കെ ഇരുന്ന് ഇങ്ങനെ 2 പാട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിലേക്ക് എത്തി. അങ്ങനെ ഒരു കല്യാണ പാട്ട് ചെയ്യാനുള്ളൊരു തീരുമാനം എടുത്തു ഫസ്റ്റ്. അങ്ങനെ ഒരു പാട്ട് ചെയ്തു. അത് ഷർഫുഖ ലിറിക്സ് എഴുതി കഴിയുമ്പോൾ പിന്നെ ഇതാരെങ്കിലുമൊക്കെ പാടണമല്ലോ. അപ്പോൾ ഹനാൻ പാടിയാൽ നല്ലതായിരിക്കും തോന്നി. അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ ഹനാനെ വിളിച്ചു. ഹനാനെ ഒരു പരിപാടി ഉണ്ട്, നമുക്ക് കൂടാന്നൊക്കെ പറഞ്ഞു. ഞാൻ റെഡി. അങ്ങനെ പിന്നെ റെക്കോർഡിങ് കുറച്ച് ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഹനാനും ബിസി ആയിരുന്നു ആ സമയത്ത്. എനിക്കാണെങ്കിൽ ഈ പാട്ട് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത വർക്ക് ചെയ്യാന്നില്ല, ഞാൻ ആ ഒരു മൂഡിലുള്ള ഇത് വീഡിയോ ചെയ്യാൻ പോകുന്നു അങ്ങനെയൊന്നും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഹനാൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, എടാ നീ തിരക്കാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വേറെ അടുത്തൊരു ട്രാക്കിൽ കൂടാം, ഇത് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഹനാൻ പെട്ടെന്ന് വന്ന് റെക്കോർഡ് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടി. അങ്ങനെ ഹനാൻ വന്ന് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് പറഞ്ഞു നമുക്കിത് വീഡിയോ ഷൂട്ട് ചെയ്താലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വീഡിയോയിലേക്കൊക്കെ എത്തി. അല്ലാണ്ട് ഈ പാട്ട് ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു ക്യാൻവാസിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഇത്ര ഒരു വിസിബിലിറ്റി കിട്ടുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമുണ്ട്. പിന്നെ അങ്ങനെ ഇതൊന്നും ഇതുവരെ ടിലിനോ ഒന്നും പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല. അതുകൊണ്ട് ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന. പ്രത്യേകിച്ച് വേറെ ഒരു ഇങ്ങനെ ഒരു പ്ലാനോ ഇങ്ങനെ ഒരു പാട്ട് ചെയ്യണോ, അങ്ങനെ കല്യാണ പാട്ട് ചെയ്യാന്നുള്ളതേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതിലൊരു പരീക്ഷണം നടത്തുക, അല്ലെങ്കിൽ ഒരു ഭയങ്കര പുതിയതായിട്ടുള്ളൊരു പാട്ട് ചെയ്യണം എന്നുള്ളൊരു ഒരു കല്യാണ പാട്ടിന് ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ. അതായത് നല്ല തുടങ്ങി പിന്നെ അവസാനം വരെ ഭയങ്കര സെലിബ്രേഷൻ ആയിരിക്കണം. ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ വന്ന് സംഭവിച്ചതാണ്. അല്ലാണ്ട് ഒരു പരീക്ഷണാർത്ഥം ഒരു പരിപാടിയൊന്നും ഇതിൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിങ്ങളുടെ ഷൂട്ടിംഗ് സമയത്ത് നടന്ന കാര്യങ്ങൾ, എനിക്കൊന്ന് വീഡിയോ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അത്തരത്തിലുള്ള വീഡിയോസാണ്. ആ DOPയുടെ വർക്കിനെ കുറിച്ച് ആളുകൾ പറയുന്നു. എനിക്കൊന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായി, കുറച്ചും കൂടി ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ടീമിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സിനിമാറ്റോഗ്രഫി വർക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ കൂടെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും സന്തോഷം. എനിക്ക് എല്ലാവരും ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, അഭിനയിക്കുന്നവരായിക്കോട്ടെ, എല്ലാവരും എനിക്ക് കംഫർട്ടായിട്ടുള്ള, എന്നെ അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിരുന്നു. അതായിരുന്നു ഈ വർക്ക് ചെയ്യാനുള്ള എൻ്റെ ഫസ്റ്റത്തെ ഇൻസ്പിറേഷൻ. ദെൻ ഈ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ ഇവൻ ആക്ച്വലി റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ അപ്പുണ്ടായ പ്ലാനാണ്, ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഉണ്ടായ പ്ലാനാണ്. അപ്പോൾ അനൻ ചോദിച്ചു നമുക്ക് ഇങ്ങനെ ചെയ്യല്ലേ. ഞങ്ങളൊരു വർഷമായിട്ട് ഇങ്ങനെ മ്യൂസിക് വീഡിയോൻ്റെ പരിപാടികൾ ഇങ്ങനെ പ്ലാൻസ് നടക്കുന്നുണ്ട്. 2019 എൻ്റെ ഫസ്റ്റത്തെ സിനിമ മണിയല്ലോ അശോകൻ്റെ മ്യൂസിക് ഡയറക്ടറായിരുന്നു ശ്രീഹരി. ഞങ്ങൾ അന്ന് ഒരു പാട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് അന്ന് പാട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മുന്നേ ഉള്ള പ്ലാനിങ് പരിപാടികളാണ്. അപ്പോൾ വിചാരിച്ചു ഒരാഴ്ച ആണെങ്കിൽ പോലും എല്ലാവരും നമ്മുടെ പിള്ളേരാണ്, അഭിനയിക്കുന്നവരിൽ പോലും അങ്ങനെ രണ്ടും കൽപ്പിച്ച് ചെയ്താണ്. ഞാൻ ഭയങ്കര ഇത്ര റെസ്പോൺസ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അനാൻ്റെ ഫാൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയായിരിക്കാം ഗുഡ്, നല്ല വർക്ക്. പക്ഷേ സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആരൊക്കെ നിന്ന് റെസ്പോൺസ് കിട്ടി? ഫീൽഡിൽ നിന്ന് ആരൊക്കെ റെസ്പോൺസ് മെസ്സേജ് അയച്ചു? സർക്കീറ്റിൻ്റെ DOP ഹയാസ്ക വിളിച്ചായിരുന്നു, അവിടെ അടിപൊളി വർക്കാണ്. പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന അയാം ഗെയിം എന്ന് പറഞ്ഞ പടത്തിലാണ്. അപ്പോൾ ഡയറക്ടർ നഹാസ് ഹിദായത്ത് പറഞ്ഞു കൊള്ളാടാ, നല്ല പരിപാടിയാണ്. അതിൻ്റെ തന്നെ സ്പോട്ട് എഡിറ്ററാണ് നമ്മുടെ ഇതിൻ്റെ എഡിറ്റർ. പിന്നെ ഇതിൻ്റെ ഒരു നെടുന്തൂൺ. അപ്പോൾ നിഹാലിനെ പറ്റി പറയാൻ ഇവിടെ ഇരിക്കേണ്ടായിരുന്നു നിഹാൽ. അപ്പോൾ നമ്മുടെ ഡയറക്ടർ അവൻ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങളെ കൂട്ടാതെ അവൻ ബാലിയിലേക്ക് പോയി, ഒറ്റക്ക് അവൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോയി. പിന്നെ രജീഷ് വേലായുധൻ നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്നു. ഒരു അങ്ങേരായിരുന്നു ഇതിൻ്റെ ഒരു നെടുന്തൂൺ. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം ഞാൻ കുറച്ചായിട്ട് സിനിമ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും ടെക്നിക്കലി
ആണെങ്കിൽ പോലും സിനിമാറ്റിക്കലി നമുക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് വേണമായിരുന്നു. അതിനാണ് ഞാൻ രജിഷേട്ടനെ വിളിച്ചായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ആ എൻ്റെ ടീം ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ട് മാത്രമാണ് ഇത്ര സക്സസ് ആയത്. അതുപോലെ നമ്മളെ പ്രൊഡ്യൂസർ ആഷിഖ് ബാവ, ഞങ്ങൾ ഒരു മധുരം ജീവാമൃതം എന്ന് പറഞ്ഞ ബിഫോർ ലോക്ക്ഡൗൺ മുന്നേ ഒരു ആന്തോളജി ചെയ്തായിരുന്നു. അപ്പം അന്ന് മുതൽ നമ്മൾ പ്രോജക്റ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഫ്യൂച്ചറിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഈവൻ ഞാനിപ്പോൾ ഒരു 10-12 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ഇതുപോലെ പ്രൊഡ്യൂസേഴ്സ് ടീമിന് ഭയങ്കര ഇത് കൊടുക്കും, പെട്ടെന്ന് തീർക്ക്, അങ്ങനെ പ്രഷർ. ഇത്രയും ദിവസമായിട്ട് ഇതുവരെ ഒരു വട്ടം പോലും അങ്ങനെ ഒരു ദേഷ്യത്തിലോ അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ ഇറക്കണം അങ്ങനെ ഇതുവരെ അല്ലേ. ഇന്ന് വരെ ഇപ്പോൾ ഇതേ ആഷിഖ് കയറിൻ്റെ തൊട്ട് മുന്നേ എല്ലാം ഓക്കെ അല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു ചെയ്തു കൊടുക്കുക. അതുപോലെ എൻ്റെ സൈന, താങ്ക്സ്. ഇപ്പൊ നമ്മുടെ ഡയറക്ടർ നിഹാലിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ഒരാളാണ്, എന്നാൽ നിങ്ങളെയൊക്കെ മാനേജ് ചെയ്ത് ഇത് ഡയറക്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഡയറക്ഷനെ കുറിച്ചൊന്നും പറയൂ. എന്തായാലും ബാലിയിലായാലും നിങ്ങൾ ഈ പറയുന്നവർ കേൾക്കും. ആക്ച്വലി ഇത് വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഇതിങ്ങനെ ശ്രീഹരി പറഞ്ഞ പോലെ തന്നെ വീഡിയോ ആക്കാനുള്ള ഒരു പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. ലിറിക്കൽ വീഡിയോ അങ്ങനത്തെ ഇതിൽ ടൈപ്പിൽ പിടിക്കാന്ന് പറഞ്ഞുകൊടുത്ത് ആക്ച്വലി ഞാനും SBK ഒക്കെ അന്ന് പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം പാട്ടിൻ്റെ ഒരു മൂഡ് മനസ്സിലായി. അതായത് ഞാൻ ഈ ഒരു സാധനം മനസ്സിൽ കണ്ടിരുന്നു. നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നമ്മളൊരു കല്യാണം സംഭവം അങ്ങനെ ഞാൻ ഇവരോട് ഡിസ്കസ് ചെയ്ത്, അപ്പം ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഡയറക്ടറായിട്ട് നിഹാലുണ്ട്, DOP ആയിട്ട് SBK ഉണ്ട്, പിന്നെ സ്റ്റിൽസ് എടുക്കാൻ ജിംഷാ, അതിന്റെ കുറെ ഷൂട്ട്, പിന്നെ BTS കാര്യങ്ങളൊക്കെ കെൻസ്, സൽമാൻ, ഇവരോരോരുത്തരും കൂടിയിട്ടാണ്. അതായത് ഇവരെല്ലാവരെയും ഒരു ടീം വർക്കാണ് ഈ ഒരു പരിപാടി. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ എല്ലാ പരിപാടിക്കും നമുക്ക് ആൾക്കാരുള്ള സ്ഥിതിക്ക് എല്ലാവരും ഒരു പൊടിക്ക് അഭിനയിച്ച് കൊടുത്താൽ ഇത് നല്ല രീതിയിലായിട്ട് വരും എന്നുള്ള ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അങ്ങനെയാണ് ഞാൻ എല്ലാവരുമായിട്ടും ഡിസ്കസ് ആക്കണത്. അപ്പോൾ ഓരോരുത്തർ അവരുടെ ആയുധങ്ങൾ എടുത്ത് ഇറങ്ങി എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർ ഓരോ മേഖലയൊക്കെ നിഹാല് ഡയറക്ടറായിട്ട് വന്നു, SBK വന്നു, അതുപോലെ രജിഷേട്ടൻ്റെ എക്സ്പീരിയൻസ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം എനിക്ക് വലിയ അഭിനയം പരിപാടി തീരെ ഒരു ഐഡിയ ഇല്ല. അപ്പം പാട്ട് മാത്രമാണ്. അപ്പം അത്രയും, അതായത് ഞാൻ ഇപ്പോൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിന് മുമ്പാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പം എനിക്ക് തീരെ ഒരു അറിയില്ല എങ്ങനെ ക്യാമറ മുന്നിൽ നിൽക്കണം, എങ്ങനെ ഇതിൻ്റെ മീറ്ററൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ രജിഷേട്ടനാണ് സത്യം പറഞ്ഞാൽ ഓരോ എക്സ്പ്രഷൻസും എങ്ങനെ കൊടുക്കണം, എത്ര സ്റ്റൈലിൽ ചെയ്യണം, ഏതൊരളവ് വരെ കൊടുക്കണം, എത്ര കുറച്ച് കൊടുക്കണം, എത്ര കൂട്ടി കൊടുക്കണം എന്നുള്ളതൊക്കെ രജിഷേട്ടനാണ് പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ ദിൽഷാന വളരെ സൂപ്പറായിട്ട് അഭിനയിച്ചു. ദിൽഷാനയും കുറെ നമുക്ക് പറഞ്ഞു, കാരണം ഓളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, സിനിമയിൽ അഭിനയിച്ച ഒരാളാണ്. സോ ആളുടെ എക്സ്പീരിയൻസും ഗുണമായി. ഞാൻ പേടിച്ചു നിന്നെങ്കിലും ആള് കട്ടൊക്കെ നിന്നുകൊണ്ട് ഓരോ ഷോട്ടും കറക്റ്റായിട്ട് പോയി. അപ്പം എല്ലാവരുടെയും ഒരു ടീം വർക്കാണ്. ഓരോരുത്തർ അവരവരുടെ ജോലി. ഇപ്പോൾ ശ്രീഹരി മ്യൂസിക് ഡയറക്ഷൻ കൃത്യമായിട്ട് ചെയ്തു, അതൊന്നും പറയാനില്ല. അതുപോലെ ഷർഫുക്ക എഴുതേണ്ട വരികൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഓരോ സീനിനും മാച്ച് ആവുന്ന തരത്തിലുള്ള എന്താണ് ഒരു കല്യാണ വീട്ടിൽ ഉണ്ടാവുക അത് കറക്റ്റ് ഷർഫുക്ക എഴുതി വെച്ചു. ഞാൻ എന്നെ കൊണ്ട് പറ്റണ പോലെ പാടി. SBK അതിൻ്റെ അറ്റ്മോസ് ലെവലിൽ DOP പരിപാടികൾ SBK ചെയ്തു. രജിഷേട്ടൻ, നിഹാല് അവൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ഒരു ഡയറക്ടറിന് എന്തൊക്കെ ഒരു സെറ്റിൽ മാക്സിമം 3 ദിവസം ഉറക്കം കളഞ്ഞ് ചെയ്യാൻ പറ്റും അത് ഫുൾ ഓരും ചെയ്തു. അപ്പം അങ്ങനെ ഒരു മൊത്തത്തിലൊരു ടീം വർക്കാണ്. ഇവർ മാത്രമല്ല, മാഹിർ, അതുപോലെ തന്നെ അമൃതരത്ന, ആൽവി, ഇവരാണ് ഈ ഡാൻസ് പോയിട്ട് ഒരു സാധാ പരിപാടി ഒരു ഡാൻസും അറിയാത്ത ഈ പാവങ്ങളൊക്കെ പിടിച്ച് ഡാൻസ് കളിപ്പിച്ചതൊക്കെ അമൃതും മാഹിറും എല്ലാവരും കൂടിയിട്ടാണ്. ആൻഡ് നിങ്ങളുടെ ആ ഒരു എനർജി ഉണ്ടല്ലോ, നമ്മൾ ആ ഫുൾ വീഡിയോ കഴിയുന്നവരെ നിങ്ങളുടെ ആ എനർജിയാണ് ഒരു രക്ഷയില്ലാത്ത. ഇതിന്റെ പ്രാക്ടീസ് ടൈം എത്ര എടുത്തു ഈ ഫുൾ എനർജിയിൽ നമ്മൾ ഈ കാണുന്നതിന്? തലേ ദിവസം പ്രാക്ടീസ് ചെയ്യും, ഒറ്റ രാത്രി. അത് ഡാൻസ് ഒന്നും അറിയാത്ത ആളുകൾ എല്ലാവരും കൂടെ ഒറ്റ രാത്രി കൊണ്ട് പഠിച്ചെടുത്തു. ഓ കൊള്ളാം, അതിനൊരു കയ്യടി. എനിക്കൊന്ന് നിങ്ങളുടെ ടീം മുഴുവൻ എന്താണോ പറയണത് അതിന് കട്ടൊക്കെ നിൽക്കും. അങ്ങനത്തെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീം നിങ്ങൾക്ക് ഉണ്ട് സത്യത്തിൽ. അന്ന് ഇനിയും അങ്ങനെ നിൽക്കുമോ അറിയില്ല. നിക്കില്ലേ? കാരണം ആദ്യത്തേതായതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു ഊർജ്ജ ഉഷാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ആളെണ്ണം കുറഞ്ഞു തുടങ്ങി സെറ്റില്. അത് ഫ്രണ്ട്സ് ആദ്യം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടായി. പിന്നെ കണ്ടിന്യൂറ്റി ഒന്ന് വെക്കുമ്പോൾ 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ആൾക്കാർ കുറഞ്ഞു. കാരണം ഇതിങ്ങനെ കുറച്ച് പണിയുണ്ടേ, വെയിലും കൊള്ളണം, അന്ന് മഴയും പെയ്തു, മഴയും കൊള്ളണം, കാറ്റ്, പൊടി. അപ്പം ഇതെല്ലാം കൂടിയായിട്ട് എല്ലാവർക്കും പറ്റാണ്ടായി. കാരണം പിന്നെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ആരും പ്രൊഫഷണൽ അല്ല, ഒക്കെ നമ്മളവിടെ അന്തം മുട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാരും പിടിച്ച് അല്ല കാര്യം പറ
എല്ലാം അവിടെ പാടത്ത് മരമ്പത്ത് നടക്കുന്ന ആൾക്കാരെ പിടിച്ച് പെട്ടെന്ന് ഒരു ദിവസം ക്യാമറയുടെ മുന്നിൽ കിട്ടാൻ എന്താ സംഭവിക്കുക, ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഞങ്ങൾക്ക് കാണുമ്പോൾ അത് ഫീൽ ചെയ്തില്ല. അതായത് കുറെ വർഷങ്ങളായിട്ട് അഭിനയിക്കുന്ന സിനിമയിലൊക്കെ നിൽക്കുന്ന ആളുകളെ പോലെയാണ് എല്ലാവരും പെർഫോം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആയിപ്പോയി, ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര പ്രൊഫഷണൽ ആയിപ്പോയി. ഇപ്പം ഉപ്പ ഉമ്മ, ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരു ഐഡിയ ഇല്ല, മീൻസ് എങ്ങനെ അഭിനയിക്കണം, എപ്പോഴും ചെറിയൊരു വീഡിയോയിലൊക്കെ വരുന്ന പോലെയല്ല, പക്ഷെ അവർക്കും അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങളും ഇതിൽ അഭിനയിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു തുടക്കത്തില്? ഇപ്പച്ചി അങ്ങോട്ട് കൊടുന്നൊക്കെയാണ് ഞാനിത് അഭിനയം ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അഭിനയം ഒന്നും പറഞ്ഞാൽ ആ വണ്ടി വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ആവില്ല, ഒരു പോരുമില്ല. കാരണം ആ ഏജ് ഒന്ന് പോയിക്കാന്ന് പറയും. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഇവൽക്കും തന്നെ ടെൻഷനായി. കാരണം എല്ലാവരും ഇതിൽ ഇറങ്ങി തിരിച്ച് ഉമ്മച്ചി വന്ന് നോക്കുമ്പോൾ ഉപ്പച്ചി വന്ന് നോക്കുമ്പോഴും ചെറിയ മകനും നടുത്ത മകനും മൂത്ത മകനും മകൻ്റെ ഒപ്പമുള്ള സകല കൂട്ടരും തലതല്ലി പായാണ് ഈ ഒരു പ്രൊജക്ട് നന്നാൻ വേണ്ടി. അപ്പൊ ഉപ്പച്ചി ഓലതായ എന്തെങ്കിലും ഓലും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട്, കാരണം പിന്നെ ചെയ്തിട്ടില്ല ഓൽക്ക് മോശമാവും, അങ്ങനത്തെ അവസ്ഥയൊക്കെ പോയി. കാരണം എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവരോട് പറഞ്ഞ്, അപ്പം ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല ഉമ്മച്ചി ഇങ്ങനെ ഒരു സാധനം ചെയ്യണം. ഉമ്മച്ചി ചെയ്യാന്നുള്ള എനിക്ക് ഞാൻ ഉപ്പച്ചിനോട് ഇങ്ങനെ പറയാൻ ആദ്യം ഇങ്ങനെ പേടിച്ചു. ഉപ്പച്ചി ഇനിയിപ്പോ എന്താ പറയാന്നുള്ളത് ഞാൻ ഇങ്ങനെ ഉപ്പച്ചിനോട് പറഞ്ഞ് വന്ന് കണ്ടിങ്ങനെ ഇത്രേ ഉള്ളൂ ചെയ്യലോ, സിമ്പിൾ ഒറ്റയടിക്ക് തന്നെ മൂപ്പർ ഏറ്റെടുത്തു, അടിപൊളിയായിട്ട് ചെയ്തു. ഓക്കെ, ഉപ്പച്ചിന്റെ അഭിപ്രായം എന്താ? ഉപ്പച്ചി ശരിക്കും ആദ്യം ഇവർ വന്നിട്ട് പറയാണ് നമുക്ക് എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇതിൽ അഭിനയിക്കണം, എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നു ഉപ്പച്ചി പറഞ്ഞേ? അടുത്ത ചോദ്യം എന്നോട് ഒന്നുകൂടി ഒന്ന്. ഇപ്പൊ ഇവര് പറയാണ് ഉപ്പ ഇതുപോലൊരു വീഡിയോ ഉണ്ട്, അതിലൊന്ന് ഉപ്പയായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞ ആദ്യം പറയാണ്. അതിന് മുൻപും വീഡിയോ വന്നതിന് ശേഷമുള്ള ഒരു റിയാക്ഷനും എങ്ങനെയുണ്ട്? പിന്നെ വീഡിയോ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഞാൻ സ്കൂളിൻ്റെ, ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളൂ, വരാന്തകളിൽ പോകുമ്പോഴേ ഞാൻ ആ നിന്ന ആക്ഷൻ ഉണ്ടല്ലോ, അത് വന്ന് എൻ്റെ കുട്ടികളെ മുന്നിൽ വന്നിങ്ങനെ അഭിനയിക്കുകയാണ്. അപ്പോൾ അത് കാണും, അപ്പോഴാണ് ഞാൻ ഇത് ഏറ്റെടുത്തത്, പിന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചൊരു സംഗതി എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുവരെ അത് സാധാ കുറേ ആൽബങ്ങളൊക്കെ ഇറക്കുന്നില്ല, ഇതിന് മുമ്പ് കുറേ ആൽബങ്ങൾ വന്നതാണ്, കല്യാണ ആൽബമാണ്. പക്ഷേ ഇറങ്ങിയത് ഇത്രത്തോളം ഞാൻ കൂടുതൽ സോഷ്യൽ മീഡിയയായിട്ട് അങ്ങനെ ബന്ധപ്പെടുന്ന ഒരാളല്ല. ഇവരൊക്കെ എനിക്ക് ചിലതൊക്കെ അയച്ചു വരുമ്പോൾ, ഹനാൻ്റെ ഫ്രണ്ട്സൊക്കെ അയച്ചു വരുമ്പോൾ അത് നോക്കി കാണുന്നല്ലാതെ കൃത്യമായിട്ട് ഇതിൽ പരതുന്ന ഒരാളല്ല. പക്ഷേ ഇത് ഒരു 3 സെക്കൻഡിലെ 3 സെക്കൻഡിലെ അല്ല 3 മിനിറ്റിൻ്റെ അടുത്തുള്ള ഇതുള്ളത് വളരെ കൂടുതൽ എന്നെ കണ്ട ആളുകളൊക്കെ പറഞ്ഞെന്താ വെച്ചാൽ അതാണ് അതിൻ്റെ ഒരു ത്രില്ല് അവിടെയാണ്. എന്നുവെച്ചാൽ ഒരു വട്ടം കണ്ടിട്ട് ആ കാഴ്ച അവിടെ അവസാനിക്കല്ല, ഒറ്റ ഇരിപ്പിൽ 6 തവണ ഇരുന്ന് കണ്ടാലേ, അതായത് എൻ്റെ ആക്ഷൻ മാത്രം നോക്കുന്ന ആൾക്കാർ, ഇമ്മച്ചിൻ്റെ എക്സ്പ്രഷൻ നോക്കുന്ന ആളുകൾ, ഹനാൻ്റെ ഡാൻസ് മാത്രം നോക്കുന്ന ആൾ, ശ്രീഹരി ചേട്ടൻ്റെ ആ പാട്ട് മാത്രം, അതിൻ്റെ വരികൾ, ആ പിന്നെ കല്ലാച്ചിയിൽ നിന്ന് വന്ന ആ പ്രാസൊപ്പിച്ചില്ലേ, കുറ്റിച്ചെറിയിൽ നിന്ന് വന്ന കച്ചറ അമ്മായി, ചെറിയ അമ്മായി, ആ മനസ്സിലായില്ലേ, അതൊക്കെ അതെല്ലാം അതിൽ ചേർത്ത് ഷർഫക്ക, യെസ്, അതെല്ലാം അങ്ങനെല്ലാം ആ വരികൾ. അപ്പോൾ ആ പാട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്ന് കാണുക, ഡാൻസ് മാത്രം അതിൻ്റെ സ്റ്റെപ്പുകൾ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ആക്ഷൻസ്. അപ്പം 3 പ്രാവശ്യമില്ലേ ഇങ്ങനെ മൊത്തത്തിലുള്ള ആകെ മൊത്തം 6ാമത്തെ പ്രാവശ്യം ആകുമ്പോഴേ അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ചിത്രം അവരുടെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. ഇങ്ങനെ ഒരു ഇതിലാണ്. അപ്പോൾ സന്തോഷമായി, നല്ല ഒരു ഇതാണ് കണ്ടപ്പോൾ ഇങ്ങനെ സ്റ്റാറായി. ആൻഡ് 2 ബ്രദേഴ്സിനെയും പൂവാലന്മാരാണ് ആക്കിയിട്ടുള്ളത്. എവിടെ ബ്രദേഴ്സ്? എവിടെ? ഒരാളേ ഉള്ളൂ. എവിടെ? ഒളിച്ചിരിക്കുക കേട്ടോ, ആള് വരും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കില്ല, ജീവിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയത്. ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയേനു. ഉമ്മച്ചി പറഞ്ഞ പോലെ നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത് ഇത്ര വലിയൊരു പ്രൊജക്റ്റാന്നുള്ളത് അറിയില്ലേനു. നമ്മൾ പരിപാടിക്കും ഇതിനൊക്കെ ആയിട്ട് ഓടുമ്പോൾ SBK ഇങ്ങനെ ഇടക്കിടക്ക് വിളിക്കും, എടാ അളവ് കൊടുത്താ, ജുബൻ്റെ അളവ് കൊടുത്തോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വിളിക്കലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സംഗതി കുറച്ച് സീരിയസ് ആണ്. അവിടെ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളും അതും ഇതും ഡാൻസൊക്കെ എല്ലാവരും നിർത്തി അവർ അത്രയും സീരിയസ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. കുറേ നേരം രാത്രി വരെ കളിച്ചിട്ട് പിന്നെ രാവിലെ എണീച്ച് വീണ്ടും പ്രാക്ടീസ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കും അഫിക്കും കിട്ടിയ റോളറെ കുറച്ച് ചലഞ്ചിങ് റോൾ ചെയ്യും, നമുക്ക് അങ്ങനെ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും ഓരുള്ളതുകൊണ്ട് അതെ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള റോളായിരുന്നു. പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തെടുത്തു. ആ ഷോട്ട് എടുക്കുമ്പോൾ ആദ്യം ഒരു ഷോട്ട് പോയി, രണ്ടാമത്തെ ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഉമ്മ ചോദിച്ചു എന്തിയാടാ ശരിയായില്ലേ, അവരെല്ലാം ഒന്നുകൂടെ പോയി ഈച്ചൊക്കെ ഉണക്കൊക്കെ നന്നായിട്ട് ലൈൻ അടിക്കാൻ പറയാ.
അത്ര ഉള്ളതിന് സിംഗിൾ ടേക്ക് തന്നെ ഓക്കെ. ബ്രദറും കൂടെ വരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരുമിച്ച് ചെയ്തിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ രണ്ടുപേരും സ്ക്രീനിൽ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ സീൻ. താങ്ക് യു സോ മച്ച്. ശരിക്കും ചേട്ടൻ ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചു, അങ്ങനെ ഒരു ഓഫർ വന്ന സിനിമയിൽ ആ നമുക്ക് നോക്കാം ഇൻഷാ ആഗ്രഹമുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഓൾറെഡി മേക്കപ്പിനെ കുറിച്ച് പറയാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു എല്ലാവരും. നീ പാത്ത് മേക്കപ്പ് ഇട്ടപ്പോൾ ആർട്ടിസ്റ്റിന്റെ ഭംഗി കുറച്ച് കൂടിയെന്നാണ് നമുക്ക് തോന്നിയത്. നേതൃത്വത്തിലുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ടീം ഉണ്ടായിരുന്നില്ലേ, അവരെ കുറിച്ചൊന്നും അറിയോ? ആക്ച്വലി ഇത് നമ്മൾ ഇതിനെക്കുറിച്ച് പ്ലാൻ നടക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കുള്ള ഒരു പ്ലസ് പോയിന്റ് നമ്മളെ ഗ്യാങ്ങിനുള്ളത് എന്താ വെച്ചാൽ ഒന്നും പുറത്തുനിന്നില്ല, എല്ലാം ഞങ്ങൾ ഇൻ ഹൗസ് ഉണ്ട്. അതായത് ഡയറക്ടർ ഇൻ ഹൗസ് ഉണ്ട്, ഇനിയിപ്പോൾ DOP ഇൻ ഹൗസ് ഉണ്ട്, ക്യാമറ പരിപാടികൾ, സ്റ്റിൽസ്, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ഇനിയിപ്പോൾ ഡ്രസ്സ് സെറ്റ് ചെയ്ത് കൊടുക്കണവർ നമ്മളെ ഇൻ ഹൗസ് ഉണ്ട്. എല്ലാവരും നമ്മളെ കൂട്ടിലെ കോയിക്കളനായിരുന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാവരും നമ്മളെ ഇതിലുള്ളതുകൊണ്ട്. സോ ഷെയ്ബ, പാത്തു, ഷാന, അഫ്താബ്, പിന്നെ ഒരു മിനു, പിന്നെ കുറെ പേരുണ്ട്. അങ്ങനെ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റും, കാരണം ഇത്രയും ആള് ഡെയിലി മേക്കപ്പ് ഇട്ട് ഇറങ്ങണ്ട 6 മണിയാകുമ്പോഴത്തേന്. അപ്പോൾ ഒരാളെ കൊണ്ട് ഇത് ഒരിക്കലും നടക്കൂല. അപ്പം എല്ലാവരും ടീമായിട്ട് എനിക്ക് തോന്നുന്നു ബ്രൈഡിനെ സെറ്റ് ചെയ്തത് പാത്തു ആയിരുന്നു. ഓക്കെ, പാത്തു എങ്ങനെ ഉണ്ടായിരുന്നു? പാത്തുനൊന്ന് മൈക്ക് കൊടുക്കൂ. പാത്തു ഇങ്ങോട്ട് വരൂ. മുന്നിലേക്ക് വരും, എല്ലാവരും കാണട്ടെ. ഓക്കെ, പാത്തു എങ്ങനെ ഉണ്ടായിരുന്നു? മീൻസ് എല്ലാവരും ബ്രൈഡിന്റെ മേക്കപ്പ് ലുക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ദിൽഷാനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും അവിടെ സെറ്റിൽ നമ്മൾ 6 മണിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്രൈഡ് രാവിലെ ഒരുങ്ങി നിൽക്കണമായിരുന്നു. അപ്പം നമ്മൾ അതിലും നേരത്തെ തുടങ്ങും. ഒരു ബ്രൈഡിനെ റെഡിയാക്കുമ്പോൾ നമുക്കൊരു 3 hours മുന്നേ സ്റ്റാർട്ട് ചെയ്യണം. സത്യം പറഞ്ഞാൽ രാത്രി 1 മണി 2 മണി വരെ ചിലപ്പോൾ ഷൂട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞ് എനിക്ക് ഉറങ്ങാൻ നേരം ഉണ്ടാവില്ല. പിന്നെ നേരെ മേക്കപ്പിന് 1-2 മണിക്കൂർ. ബ്രൈഡ് ആണെങ്കിലും അതേപോലെ തന്നെ രാവിലെ തന്നെ മേക്കപ്പ് ഇട്ടിട്ട് രാത്രി വരെ അതേപോലെ അവൾ ഒരുപാട് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. രാത്രി മൊത്തം പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഞങ്ങൾ കുറച്ചുപേരും തീരെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അത്ര പണിയുണ്ട്. 3 days ഫുൾ കില്ല് മാറിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ദിവസം വയ്യ, ഫുൾ ഡെഡായി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പും കൂടെ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഒരു ആഗ്രഹം പറയുമ്പോൾ കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കാന്ന് പറയുന്നത്. സോ ഇത്രയും എഫേർട്ട് ഇട്ട് ഇപ്പോൾ ഉറപ്പുണ്ടായിരുന്നില്ല, മഴ വന്നു, കുറേയൊക്കെ ടൈം പോയി, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടെ നിന്നു. ഇതിനൊക്കെ ഒരു റീസൺ എന്താ ശരിക്കും? എല്ലാവരും നമുക്കൊരു വർക്ക് ചെയ്യാനുള്ള ഫീലില്ല. എല്ലാവരും നമുക്കുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ ഇവരുടെ കൂടെ ഒരു രസമാണ്. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് നമുക്കിൽ എല്ലാവരിലും ഉണ്ടായിരുന്നു. പിന്നെ ഇത് സക്സസ് ആക്കണം എന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതേ പറഞ്ഞ പോലെ ഇത് ഇത്രയും ഇങ്ങനെ ആവുന്ന ഒട്ടും പ്രതീക്ഷയില്ല. വളരെ സന്തോഷമായി. ഈ മേക്കപ്പ് ടീമിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു പാത്തുടെ കൂടെ? ബ്രൈഡിനെ 2 days ഫസ്റ്റ് 2 days ചെയ്തത് ഞാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷെയ്ബ. അങ്ങനെ ഞങ്ങൾ 2 പേരുമാണ് ബ്രൈഡിനെ ചെയ്തത്. പാത്തുന്റെ തകർപ്പൻ ഡാൻസ് ഞങ്ങൾ കണ്ടു. ഇവിടെ എനിക്കൊന്ന് ഡയറക്ടർ വരെ ഡാൻസ് കളിച്ചു അല്ലേ അവസാനം? എല്ലാവരും കൊണ്ട് ഡാൻസ് കളിക്കണ ഒരാളല്ല. എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും ഡാൻസ് കളിക്കുമ്പോൾ നീ എന്തിനാവുന്നത്? ആദ്യമായിട്ട് ഞാൻ കളിച്ചതിൽ രസമുണ്ട് എന്ന് പറഞ്ഞത് മാഹിറും അവരൊക്കെ ആ ഡാൻസ് പഠിപ്പിച്ചില്ല. ആദ്യമായിട്ട് നല്ല ഡാൻസ് ഉണ്ട്. അങ്ങനെ എനിക്ക് കളിക്കാൻ പറ്റും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും സന്തോഷം.